വളരെ രൂക്ഷ വിമർശനവുമായാണ് പത്മപ്രിയ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അമ്മ എന്ന സംഘടനയും അതിന്റെ നിലവിലെ ഭാരവാഹികളെയും കാര്യമായ പരിക്കേൽപ്പിക്കാൻ സാധിക്കും വിധത്തിലെ ഒരു പരാമർശമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. തലയോ നട്ടലോ ഇല്ലാത്ത ഒരു താഴേക്കിട സംഘടനയായിട്ടാണ് താരം അമ്മയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അമ്മയിലെ പിന്നാമ്പുറ രഹസ്യങ്ങളെപ്പറ്റി പങ്കുവെക്കുന്നതിൽ ഒരു മടിയുമില്ലാതെ സധൈര്യത്തോടെയാണ് ഈ ധീരവനിത തുറന്നടിക്കുന്നത്. മോഹൻലാലിനെ പോലെ മമ്മൂട്ടിയെ പോലെ മഹാനടന്മാർ കുടികൊള്ളുന്ന അമ്മ വീട്ടിലെ ലീലാവിലാസങ്ങൾ പരിധിക്കപ്പുറമാണെന്ന് നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞതാണ്. ആ അമ്മ കുടുംബത്തെയും പ്രമുഖരടങ്ങുന്ന പവർ ഗ്രൂപ്പിനെയും നശിപ്പിക്കാൻ ശേഷിയുള്ള സ്പീഡ് ബുള്ളറ്റായി പത്മപ്രിയയിലെ പെൺവീറിനെ നമുക്ക് കാണാം. അമ്മയിലെ ഭാരവാഹികളായിരുന്നവർക്കും അംഗങ്ങൾക്കും നേരെ ആഞ്ഞടിക്കുന്ന ഓരോ വാക്കുകളും ചാട്ടൂളി പോലെ ഇതിനോടകം തന്നെ തറച്ചു കയറിയിട്ടുണ്ടാകണം. അമ്മയുടെ കൂട്ടരാജി എന്നത് തീർത്തും നിരുത്തരവാദപരമായ നടപടിയാണ്. അതിനെ ഒരു പരിഹാരമായി കാണാനോ രാജിയിൽ കൈകഴുകി മാറി നിൽക്കാനോ ആർക്കും സാധിക്കുന്നതല്ല. ഒരു കൂട്ടരാജി താൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു സംഘടന എന്ന നിലയിൽ ഭരണസമിതിയുടെ ഈ തീരുമാനം യോജിച്ചതല്ലെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്ത് ധാർമ്മികത ഉയർത്തിയാണ് രാജിയെന്നും മനസ്സിലാകുന്നില്ല. ഒരു താരമെന്ന നിലയിൽ മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വഴി തെളിയിച്ച WCCയുടെ അംഗമെന്ന നിലയിലും നടിയുടെ ഈ മറുപടി നിസ്സാരമായി കരുതാവുന്നതല്ല. അമ്മയെ പിരിച്ചുവിട്ടെങ്കിലും ചില താരങ്ങൾ തുറന്നു പറഞ്ഞത് തങ്ങൾ രാജി സമർപ്പിച്ചിട്ടില്ല, ഇപ്പോഴും അംഗങ്ങളാണ് എന്നാണ്. ഈ സാഹചര്യത്തിൽ നട്ടലില്ലാത്ത ഒരു സംഘടനയാണ് അമ്മ എന്ന് പറയുന്നതിൽ തെറ്റൊന്നും ആർക്കും തോന്നേണ്ടതില്ലല്ലോ. പിന്നെ താരം എടുത്തു പറഞ്ഞ മറ്റൊരു പ്രസക്തമായ കാര്യം ലൈംഗികാതിക്രമം താരങ്ങൾക്ക് അറിയാമായിരുന്നോ ഇല്ലേ എന്നതാണ്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന സൂപ്പർ താരങ്ങളുടെ പ്രതികരണത്തിൽ നിരാശയുണ്ട്. ഒന്നും അറിയില്ലെങ്കിൽ എല്ലാം അറിയാനുള്ള ശ്രമം അവർ നടത്തട്ടെ എന്നാണ് പത്മപ്രിയ പറഞ്ഞത്. ചിരിച്ചും ചിരിപ്പിച്ചും നടന്ന താരങ്ങൾക്കും പ്രതികരിക്കാതെ സുരക്ഷിതരായി മാറി നിൽക്കുന്നവർക്കും ഈ പറഞ്ഞതിൽ എന്തേലും തെറ്റു തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമായി മാത്രമേ വിലയിരുത്താൻ സാധിക്കൂ. ആരെല്ലാം നിഷേധിച്ചാലും ഇല്ലെങ്കിലും സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നത് ഉറപ്പിക്കുകയാണ് ഇവർ. വെറും ഒരു ലൈംഗിക ആരോപണം എന്ന നിലയിലാണ് ഇപ്പോഴത്തെ സംഭവങ്ങളെ സിനിമാ സംഘടനകൾ കാണുന്നത്. അതല്ല വേണ്ടത്. എന്താണ് സത്യമെന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. പത്മപ്രിയയുടെ പരാതി താരങ്ങളോടോ അമ്മയോടോ മാത്രമല്ല, 4.5 വർഷത്തോളം ഈ റിപ്പോർട്ട് സർക്കാർ മറച്ചുവെച്ചതിലും നിരാശയുണ്ട് താരത്തിന്. സർക്കാരിന് ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. മറുപടി പറയേണ്ട ഉത്തരവാദിത്തം അധികാരികൾക്കുണ്ട്. എല്ലാം ശരിയാണ്, വേണ്ടപ്പെട്ടവർ തന്നെ ഇത്തരം ഒരു ഗുരുതരമായ വീഴ്ചയെ പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിൽ അവർ ആരെയാണ് ഭയക്കുന്നതെന്ന ഒരു സംശയമായി എന്നും നിലനിൽക്കും. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാൽ മാത്രം പോരാ. കമ്മിറ്റി ശുപാർശകളിൽ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിലും ഇപ്പോഴും വ്യക്തതയില്ലെന്നും താരം ആശങ്കപ്പെടുന്നുണ്ട്.